ദൗത്യനിർവഹണത്തിൽ വേറിട്ട വഴികളിലൂടെയുള്ള യാത്രയാണ് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ വ്യത്യസ്തത. സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെയും നിരാശ്രയരെയും ചേർത്ത് നിർത്തി കരുതൽ ശുശ്രൂഷ നൽകുന്നതിൽ സഭ സവിശേഷ ശ്രദ്ധ നൽകുന്നു. സകല ജീവജാലങ്ങളുടെയും ജീവൻ്റെ പൂർണ്ണത ലക്ഷ്യമാക്കിയുള്ള സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളിലൂടെ ദൈവരാജ്യ പ്രക്രിയയിൽ പങ്കുചേരുന്നതിനായി 1977 മാർത്തോമ സഭ രൂപം നൽകിയ പ്രസ്ഥാനമാണ് മാർത്തോമ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ കഴിഞ്ഞ ജൂലൈ 14 മുതൽ 21 വരെ ഒരാഴ്ച വികസന വാരമായും ജൂലൈ 21 ഞായർ വികസന ഞായറായും ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വേർതിരിച്ച് സഭയായി ആചരിക്കുന്നു. മിഷൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ നസ്രത്ത് മാർത്തോമ ദേവാലയത്തിൻ്റെ തിരുമുറ്റത്താണ്. വികസന സംഘം പ്രവർത്തനങ്ങളിലൂടെ അനുകരണീയമായ മാതൃക ഒരുക്കിയാണ് ഈ ഇടവക. ഇടവകയിലെ വികസന സംഘം ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം, അനുഭവങ്ങൾ കേൾക്കാം. മാർത്തോമ വിഷൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ വികസന വിഭാഗമായ വികസന സംഘത്തിൻ്റെ വാരാചരണത്തോട് ബന്ധപ്പെട്ട് റാന്നി നസ്രത്ത് മാർത്തോമ വികസന സംഘത്തെ പരിചയപ്പെടുത്തുന്നതിൽ സന്തോഷമുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇടവകയിൽ വികസന സംഘം ഉണ്ടായിരുന്നുവെങ്കിലും അത് കാലക്രമത്തിൽ നിർജ്ജീവമാകുകയും 2023 പ്രിയപ്പെട്ട ബെന്നി വി എബ്രഹാം അച്ഛൻ അത് പുനരാരംഭിക്കുകയും ചെയ്തു. പിന്നീട് ഇടവകയിലെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ സ്മരണാർത്ഥം ഈ വികസന സംഘത്തിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകുകയും അത് പുനർജീവിപ്പിക്കുവാൻ ആവശ്യമുള്ള കൈത്താങ്ങൽ നൽകുകയും ചെയ്തു. അതിന് പ്രകാരം വിവിധ പദ്ധതികൾ ക്രമീകരിച്ച് ആരംഭിക്കുന്നതിന് സാധ്യമായി. അത് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 8 പശുക്കിടാവുകളെ നൽകിക്കൊണ്ട് 8 പേർക്ക് കോഴിക്കൂടും 9 പേർക്ക് കോഴിക്കുഞ്ഞുങ്ങളെ നൽകിക്കൊണ്ടുമാണ് 2023 ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നീട് ആരംഭിക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അതിനേക്കാളുപരി 2 യൂണിറ്റുകൾ പ്രത്യേകമായി ആരംഭിക്കുവാൻ ആ വർഷം സാധിച്ചു. അതിൻ്റെ ഒന്ന് ഇപ്പോഴും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു, കറി പൗഡർ യൂണിറ്റാണ്. മറ്റൊന്ന് സ്നാക്സ് യൂണിറ്റാണ്. അത് പലഹാര യൂണിറ്റായിട്ട് കേറ്ററിംഗ് യൂണിറ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2 പദ്ധതികളിലൂടെ 10 പേർ വീതം അടങ്ങുന്ന 2 യൂണിറ്റുകളായി പ്രവർത്തിക്കുകയും അവർക്ക് വരുമാനത്തിനുള്ള മാർഗമുണ്ടാകുകയും അതോടൊപ്പം തന്നെ ഇടവകയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. അതിലൂടെ അനേക ആളുകൾ അതിൻ്റെ നന്മ അനുഭവിപ്പാനൊക്കെ മുഖാന്തരമായി തീർന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തമായ പരിപാടികൾ അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. ഇടവകയിലെ എല്ലാ ആളുകളെയും ചേർത്തുകൊണ്ട് സെലി ഫിയസ്റ്റ എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ചു. ഈ ഇടവകയിലെ ആളുകളുടെ സഹകരണത്തോടെ ഒരു ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടിയുള്ള ഫണ്ട് റൈസിംഗ് പ്രോഗ്രാമായിട്ടാണ് അത് ക്രമീകരിച്ചത്. അതിൽ പങ്കെടുത്ത ആളുകളെല്ലാം വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു, ഫുഡ് ഫെസ്റ്റ് നടത്തി. അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ അവരുടെ പരിപാടികൾ അവതരിപ്പിച്ചു. അങ്ങനെ വ്യത്യസ്തമായി ഏവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അപ്രകാരം ഒരു പ്രോഗ്രാം ക്രമീകരിക്കുവാൻ ഇടയായി. അതോടൊപ്പം മെഡിക്കൽ ക്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്തു. പ്രാഥമിക ചികിത്സകൾ നിർവഹിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തു. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് കൗൺസിലിങ്ങോട് ബന്ധപ്പെട്ട് അവരുടെ ഒരു ക്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്തു. അതോടൊപ്പം പായസ വിതരണം, ഓണത്തോട് ബന്ധപ്പെട്ടൊരു സെയില് ക്രമീകരിക്കുകയുണ്ടായി. ബാലരാമപുരം കൈത്തറി വസ്ത്രങ്ങളുടെ സെയില് നിർവഹിക്കുകയുണ്ടായി. വിവിധ പദ്ധതികളിലൂടെ ലഭിക്കുന്ന തുക വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വകമാറ്റി വയ്ക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രോഗികളെ ശുശ്രൂഷിക്കുവാനുള്ളതായ കാര്യങ്ങൾ, മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ അതിലൊക്കെ പങ്കുചേരുവാനായിട്ട് വികസന സംഘം ശ്രമിക്കുന്നുണ്ട്.
പുതിയ വർഷം പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വിശദമായ അറിയിപ്പുകളൊക്കെ ഇടവകയ്ക്ക് നൽകുകയും ചുറ്റുപാടുകൾക്ക് നൽകുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇടവയിലെ ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പുതിയ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു വാരാചരണത്തിൽ കേന്ദ്ര വികസന സംഘത്തിൻ്റെ പ്രവർത്തന ഉദ്ഘാടനവും വാരാചരണത്തിൻ്റെ ഉദ്ഘാടനവും റാന്നി നസ്രത്ത് മാർത്തോമ പള്ളിയിൽ വെച്ച് നടത്തുന്നതിന് ക്രമീകരിക്കുവാൻ സാധിച്ചു. അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ആളുകൾ പങ്കുചേർന്നു, ധാരാളം ആളുകൾ അതിൽ പങ്കുചേർന്നു. അത് ഏറ്റവും സന്തോഷകരമായിരുന്നു. അങ്ങനെ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചത് നസ്രത്ത് മാർത്തോമ വികസന സംഘത്തിന് ഏറ്റവും അനുഗ്രഹമായിരുന്നു. കുറച്ചുകൂടെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുവാൻ, ഉത്സാഹത്തോടെ പങ്കുചേരുവാൻ ആളുകൾക്ക് അതിലൂടെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും ആ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വികസന സംഘത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന മോൻസി സാംറ്റി ചാക്കോ അദ്ദേഹമുണ്ട്. സെക്രട്ടറിയായ ഇതിൻ്റെ പ്രാരംഭം മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ജോൺ വർഗീസ് ബാബു ചാൻ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഷിബു നെലുവേലി അദ്ദേഹവും നമ്മോടുകൂടെ പങ്കുചേരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സെക്രട്ടറിയായിട്ട് സജീവമായി പ്രവർത്തിക്കുന്ന ജോയ്സ് മാത്യു അദ്ദേഹവും ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് ഏറ്റവും കാര്യക്ഷമമായി കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. വിവിധ യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. ഇതിൻ്റെ ഉപഭോക്താക്കൾ ഇതിൽ പങ്കുചേരുന്നുണ്ട്. ഇവരുടെ കാര്യങ്ങളെക്കുറിച്ച് അവർ വിശദീകരിച്ച് പറയുന്നതാണ്. എൻ്റെ പേര് ജോയ്സ് മാത്യു. നസ്രത്ത് വികസന സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് 2024-25 വർഷങ്ങളിൽ പ്രവർത്തിക്കുന്നു. ബഹുമാനമുള്ള അച്ഛന്മാരുടെ നേതൃത്വത്തിൽ നസ്രത്ത് വികസന സംഘം വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിലും ഈ പുതിയ വർഷത്തിലും പ്രവർത്തനനിരതമായിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഗുഡ് സമരിറ്റൻ ഫണ്ട് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ഞങ്ങൾക്ക് ജനറൽ സെയിൽസ് ക്രമീകരണങ്ങൾ ഓണത്തോടനുബന്ധിച്ച് ക്രിസ്മസിനോടനുബന്ധിച്ച് ഞങ്ങൾ ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം അത് വികസന സംഘത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് വേണ്ടി നമ്മളത് ഉപയോഗിക്കുന്നതാണ്. മെഡിക്കൽ ക്യാമ്പ് യൂണിസെഫുമായിട്ടും മറ്റ് സംഘടനകളുമായിട്ട് ചേർന്ന് മെഡിക്കലിൻ്റെ ക്യാമ്പ് ക്രമീകരിക്കുന്ന ഈ വർഷം. അതുപോലെ തന്നെ നമുക്ക് സെലിഫിസ്റ്റ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തതുപോലെ തന്നെ എല്ലാ സംഘടനകളെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ വർഷങ്ങളും വികസന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പള്ളിയിലെ എല്ലാ സംഘടനകളെയും സൺഡേ സ്കൂളിനെയും ചേർത്ത് അവരുടെ കലാപരമായ അഭിവൃദ്ധിക്ക് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളോടുകൂടി ചേർന്ന് ഒരു പ്രോഗ്രാം എല്ലാ വർഷവും ഇവിടെ ക്രമീകരിക്കുന്നുണ്ട്. അത് ഈ വർഷവും 2024-25 വർഷത്തിലും ക്രമീകരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ് കളക്ട് ചെയ്ത് അത് ഇവിടെ പള്ളിയിലേക്ക് കൊണ്ടുവരികയും അത് അതിൻ്റെ തക്കതായിട്ടുള്ള ഏജൻസികളെ കൈമാറിക്കൊണ്ട് അതിൽ നിന്നുള്ള വരുമാനം ലഭിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. സ്വാതന്ത്ര്യം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റോടുകൂടി ഞങ്ങൾ ചെയ്യുന്നത് വികസന സംഘത്തിൻ്റെ മെമ്പേഴ്സായിട്ടുള്ള ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നിട്ടുള്ള ആൾക്കാരുടെ അവരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പള്ളിയിൽ തന്നെ നമ്മളൊരു പ്രായമുള്ളവർക്കും ആവശ്യക്കാർക്കുമായിട്ടുള്ളവരെ മെഡിക്കലായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്യാൻ തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരു വോളണ്ടറി സർവീസ് പോലെ ഞങ്ങളിവിടെ ക്രമീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ്, ഞങ്ങൾക്ക് അഗ്രികൾച്ചർ ഗ്രൂപ്പ്, അങ്ങനെ ഒരു 4 ഗ്രൂപ്പുകളായിട്ട് ഞങ്ങളതിനെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് ഞങ്ങളുടെ മെമ്പേഴ്സിനെ തിരിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്സ്, അവയർനെസ് ക്ലാസ്സുകൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അഗ്രികൾച്ചർ ഗ്രൂപ്പിനോട് ചേർന്ന് ഈ വർഷത്തെ ഭദ്രാസന വികസന സംഘവുമായിട്ട് ചേർന്നുകൊണ്ട് കൃഷിക്കൂട്ടം ക്രമീകരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നു. ഈ വർഷത്തെ ഇടവകയുടെ വികസന സംഘത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഇവിടെ വിത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള കർഷകരെ അവർക്ക് ഓണത്തോടനുബന്ധിച്ച് അവർക്ക് അനുമോദനവും ക്രമീകരണങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 20 പേരുടെ ഒരു ഗ്രൂപ്പാണ് കൃഷിക്കൂട്ടമായിട്ട് ഫോം ചെയ്യുന്നത്. ആ കൃഷിക്കൂട്ടം ഫോം ചെയ്തുകൊണ്ട് അതിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹത്തോടുകൂടെ പ്രവർത്തിച്ചു വരുന്നു. ഭദ്രാസന വികസന സംഘത്തിൻ്റെ പ്രൊജക്റ്റിലോട് ചേർന്നുകൊണ്ട് ഈ വർഷം ഇടവക വികസന സംഘവും തേനീച്ച കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആവശ്യമായിട്ട് തേനീച്ച കർഷകരെ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്സ് ക്രമീകരിക്കുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലാവിൻ്റെ തൈകളും വൃക്ഷത്തൈകളും ഫലവൃക്ഷ തൈകളും നമ്മൾ ഇടവകയുടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും അത് വളർത്തുവാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കുകയും ചെയ്തു. നസ്രത്ത് ഇടവകയുടെ വികസന സംഘത്തിൻ്റെ ഒരു യൂണിറ്റായി ഞങ്ങൾ പ്രവർത്തിക്കുന്ന യൂണിറ്റിൻ്റെ പേര് NVS പലഹാര യൂണിറ്റ്
എന്നാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റുകളൊക്കെ ഞങ്ങൾ അറിയപ്പെടുന്നത്. നല്ല നിലയിൽ 10 പേർ ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ പലവിധമായ പലഹാര സാധനങ്ങൾ ഉണ്ടാക്കി പള്ളിയുടെ ആരാധന മധ്യയുള്ള സെയിലുകൾ നടത്തുന്നു. അതുപോലെ തന്നെ പുറത്ത് ആവശ്യക്കാർ അറിയിക്കുന്നതനുസരിച്ച് ഞങ്ങളതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഏകദേശം 250-300 പേർക്കുള്ള ഫ്രൈഡ് റൈസ് ചിക്കൻ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുവാനും ഞങ്ങൾക്ക് ഈ നാളുകളിൽ സാധിച്ചിട്ടുണ്ട്. സെർവ് ചെയ്ത് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റുകളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനമാകുന്നു. അതിൻ്റെ ഒരു ഭാഗം വികസന സംഘത്തിന് ഞങ്ങൾ കൊടുക്കുന്നു. നല്ല നിലയിൽ അങ്ങനെ ഞങ്ങൾ 10 പേർ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആവശ്യാനുസരണം ഓർഡറുകൾ കിട്ടുന്നതനുസരിച്ച് ആവശ്യം പോലുള്ള സാധനങ്ങൾ ഞങ്ങൾ ഉത്തരവാദിത്വപരമായി ചെയ്തു കൊടുക്കുന്നു. പൊതുവെ നല്ല അഭിപ്രായങ്ങളൊക്കെ ഈ നാളുകളിൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മലങ്കര മാർത്തോമ്മ സുറിയാനി സഭയുടെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൽപ്പെട്ട റാന്നീട്ടിച്ചൂട് നസ്രേത്ത് മാർത്തോമ്മ ഇടവക വികസന സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി നിലവിൽ ഞാൻ പ്രവർത്തിച്ചു വരുന്നു. ബഹുമാനപ്പെട്ട തോമസ് പി കോശി അച്ഛൻ പ്രസിഡൻ്റായും ബഹുമാനപ്പെട്ട സിജോ സാമുവൽ അച്ഛൻ സഹവികാരിയായും ചുമതലകൾ നിർവഹിച്ചു വരുന്നു. മുൻകാലങ്ങളിൽ വളരെ സജീവമായും വളരെ ശക്തമായും റാന്നി നസ്രേത്ത് ഇടവകയിൽ വികസന സംഘത്തിൻ്റെ പ്രവർത്തനമൊക്കെ നടന്നു വരുന്നു. ഈ വർഷം പുതിയ പദ്ധതികൾ വളരെ ബൃഹത്തായി ഞങ്ങൾ ആലോചിച്ച് പ്ലാൻ ചെയ്തു വരുന്നു. അതിൽ പ്രധാനമായ ഒരു വിഭാഗമാണ് ഗുഡ് സമരിറ്റൻ ഫണ്ട് എന്നൊരു പദ്ധതി. നല്ല സമരിയാക്കാനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരണം ചെയ്ത പദ്ധതിയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളത് ഒരു ഗുഡ് സമരിറ്റൻ ഫണ്ട് ബോക്സ് പള്ളിയിൽ ക്രമീകരിക്കുകയും അതിന് ലഭിച്ച തുക മറ്റുള്ളവർക്ക് സഹായമാകുന്ന രീതിയിൽ ഉപകരിക്കുകയൊക്കെയും ചെയ്തു. നേതൃത്വം നൽകുന്ന അച്ഛന്മാരുടെ നിർദ്ദേശങ്ങളും അവരുടെ ശക്തമായ നേതൃത്വമൊക്കെ വളരെ അനുഗ്രഹകരമായി തീരുന്നു. ഞങ്ങളുടെ പ്രവർത്തനമൊക്കെ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം തമ്പുരാൻ ഞങ്ങളെ സഹായിക്കുന്നു. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്നതായി ഓർക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. റാന്നി നസ്രത്ത് വികസന സംഘത്തിൻ്റെ ഭാഗം MES യൂണിറ്റ് ഞങ്ങൾ 10 പേര് കൂടി ചെയ്യുന്നുണ്ട്. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മുളക് കഴുകി മല്ലി കഴുകിയെല്ലാം ഞങ്ങൾ പൊടിപ്പിച്ച് പാക്ക് ചെയ്യുന്നുണ്ട്. ആരാധനയ്ക്ക് ശേഷം ഞങ്ങളിവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വെളിയിലും ചോദിക്കുന്നവർക്കൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യക്കാർ ഞങ്ങൾക്ക് ഓർഡർ തരും. ഓർഡർ അനുസരിച്ച് ഞങ്ങൾ സാധനം വെളിയിൽ കൊടുക്കുന്നുണ്ട്. ഗൾഫുകാരൊക്കെ വരും. അപ്പം ഞങ്ങളിത് അവർക്ക് കഴിയ സമയത്ത് പള്ളിയിലെ ആരാധന കഴിഞ്ഞിട്ട് അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളോട് പോയതുകൊണ്ട് ഞങ്ങളൊന്ന് ഇടയ്ക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. 2021 നസ്രേത്ത് വികസന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അതിൽ കറി പൗഡർ യൂണിറ്റ്, പലഹാര യൂണിറ്റൊക്കെ ആരംഭിക്കുന്നത് 2022 2021 പശുക്കിടാവിനെ കൊടുത്തതും കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്തതുമായ പ്രവർത്തനങ്ങൾ നടത്തിയത്. 2022, 23, 24 ഇപ്പോൾ 2 വർഷമായി പലഹാര യൂണിറ്റും കറി പൗഡർ യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ലാഭത്തിൻ്റെ ഏകദേശം 20% വികസന സംഘത്തിന് അവർ നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം 1,00,000 രൂപ അങ്ങനെ വികസന സംഘത്തിന് അവരുടെ വിഹിതമായി ലഭിച്ചിരുന്നു. അവർക്ക് അതിൻ്റെ ലാഭത്തിൻ്റെ 80% അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വീതം ചെയ്തെടുക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു 4,00,000 രൂപ അവർക്ക് അതിൻ്റെ ലാഭമായിട്ട് കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും കൂടുതൽ പ്രോഗ്രാമുകൾ, പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണമെന്നും വികസന സംഘം ആഗ്രഹിക്കുന്നുണ്ട്. നസ്രേത്ത് ഇടവകയിലെ വികസന സംഘം ഈ ഇടവകയിലെ തന്നെ അംഗമായ ഷെറീനയ്ക്ക് നൽകിയതായ കൈത്താങ്ങൽ വളരെ വിലപ്പെട്ടതായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ
ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വികസന സംഘം നൽകിയതായ സഹായം വളരെ വിലപ്പെട്ടതായിരുന്നു. ആ കാര്യം ഷെരീന തന്നെ ഇപ്പം നമ്മളോടത് വിശദീകരിക്കും. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ ബിസിനസ് എന്ന രീതിയിൽ ഒരു മത്സ്യ ബിസിനസ്സിന് വാഹനം വാങ്ങുവാൻ വികസന സംഘം വഴി പലിശരഹിത വായ്പ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. തന്മുഖാന്തരം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്ന സാഹചര്യങ്ങൾക്ക് വളരെ ഹെൽപ്പായിരുന്നു. കാരണം പലിശയില്ലാതെ തന്ന ഇത് ഞങ്ങൾക്ക് സ്വാഭാവികമായും അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ വികസന സംഘത്തിന് എൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. പിന്നെ വേറെന്തെങ്കിലും ഈ മത്സ്യ വിൽപ്പനയ്ക്കുള്ള വാഹനം അല്ലാതെ വേറെന്തെങ്കിലും സഹായങ്ങൾ ഈ സംഘത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ ഒരു പശുക്കിടാവിനെ ലഭിച്ചിരുന്നു. അത് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. അതിന് കറവെടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു വികസന സംഘം വലിയ സഹായകരമായിരുന്നു നമ്മുടെ ജീവിതത്തിന്. തീർച്ചയായിട്ടും. എൻ്റെ പേര് ജോമിനി മേരി അബ്രഹാം. ഞാനിപ്പോൾ ഇടവക സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇടവകയിൽ വികസന സംഘം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അനേക കുടുംബങ്ങൾക്ക് കൈത്താങ്ങുകയും ചെയ്യുന്ന വികസന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. എല്ലാവിധ ആശംസകളും നസ്രത്ത് ഇടവകയുടെ പേരിൽ അറിയിക്കുന്നു. റാന്നി നസ്രത്ത് ഇടവക വികസന സംഘം നൽകിയതായ കൈത്താങ്ങൽ മൂലം ജീവിതം കരുപ്പിടിപ്പിച്ച രണ്ടുപേരെ നമുക്ക് പരിചയപ്പെടാമെന്ന് വർഗീസ് തോമസ്, മറ്റൊന്ന് കെ പി ശോമൻ. ഈ ഇടവകയുടെ തന്നെ അംഗങ്ങളാണ്. ജീവിതത്തിൻ്റെ ഒരു പ്രയാസഘട്ടത്തിൽ വികസന സംഘം അവർക്ക് നൽകിയതായ പിന്തുണ ജീവിതത്തിൽ ഒരു പുതിയ വഴിയിലേക്ക് അവരുടെ ജീവിതം വഴിതിരിച്ചു വിട്ടു. കാര്യം അവർ തന്നെ നമ്മളോടിപ്പോൾ സംസാരിക്കും. 2021 എനിക്ക് പശുക്കിടാവിനെ തന്നു. അത് അതുപോലെ ഞാൻ അന്വേഷിച്ചു, ദൈവയാൽ വളർന്നു. അത് ചനയേറ്റു. ഒരു നൂറിക്കിടാവ ഉണ്ടായത്. 5 മാസം കടന്നു. 8 ലിറ്റർ പാലുണ്ടായിരുന്നു. എനിക്കത് സന്തോഷമായിരുന്നു. നിവൃത്തിയായിട്ടുകൊണ്ട് വന്ന് ഞാനതിനെ വിറ്റു. 2 ആഴ്ചയായോളൂ വിറ്റിട്ട്. ആ പൈസ അടയ്ക്കേണ്ട രീതിയിൽ അടച്ചു. ബാക്കി എൻ്റെ കയ്യിൽ സ്വരൂപിച്ചിട്ടുണ്ട്. ബാങ്കിൽ അടച്ചു. ജീവിതത്തിൽ വലിയ സഹായമായിരുന്നു. ദൈവകാല സഹായമായിരുന്നു. 2021 എനിക്കും വികസനത്തിൻ്റെ വകയായി ഒരു പശുക്കിടാവിനെ തന്നു. അത് ഞാൻ വളർത്തി ചെന പിടിച്ച് പ്രസവിച്ചു. ഏതാണ്ട് ഒരു ദിവസം 20 ലിറ്റർ പാലിനടുത്ത് എനിക്ക് ആദായം കിട്ടി. ആ ഒരു വർഷത്തിലധികമായി ഞാൻ ആദായം എടുത്തു. അതിനുശേഷം വീണ്ടും ചെന പിടിപ്പിച്ച് ഒരു 8 മാസം ചെനയും കിട്ടിയാണ്. അതിൻ്റെ വരുമാനമായി വികസന സംഘത്തിനൊരു 15,000 രൂപ കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതിൻ്റെ കൈവശം 2024-25 വർഷ ഭാരവാഹികളായിട്ട് റവറൻ തോമസ് പി കോശി അച്ഛൻ വികാരിയായിട്ടും റവറൻ സിജോ ഷാമുൽ അച്ഛൻ അസിസ്റ്റന്റ് വികാരിയായിട്ടും മിസ്റ്റർ തോമസ് വർഗീസ് നെല്ലുവേലിൽ വൈസ് പ്രസിഡന്റായിട്ടും ജോയ്സ് മാത്യു പാണ്ഡ്യത്ത് സെക്രട്ടറി ആയിട്ടും മിസ്റ്റർ ജോജി മാത്യൂസ് എഴിക്കകത്ത് ട്രഷററായിട്ടും പ്രവർത്തിക്കുന്നു. റാന്നി നസ്രത്ത് മാർത്തോമ ഇടവകയുടെ വികസന സംഘത്തിൻ്റെ സവിശേഷതകൾ, വിശേഷങ്ങൾ നമ്മൾ കേട്ടു. 115 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഇടവകയാണ് നസ്രത്ത് മാർത്തോമ ഇടവക. സജീവമായ ഒരു വികസന സംഘം ഇവിടെ പ്രവർത്തിക്കുന്നു. മാർത്തോമ സഭയുടെ മറ്റ് ഇടവകകൾക്കും അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് ഇവിടെ വികസന സംഘം സൃഷ്ടിക്കുന്നത്. ഇടവകയുടെ വികാരി തോമസ് പി കോശിയച്ചന്, അസിസ്റ്റന്റ് വികാരി സിജോ ശാമുവലച്ചൻ, വികസന സംഘത്തിൻ്റെ ഭാരവാഹികൾ, പ്രവർത്തകർ, ഇടവകയുടെ ഭാരവാഹികൾ, ഇടവക ജനങ്ങൾ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.